പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് പിതാവിനെ വെളിപ്പെട്ട് കിട്ടാനിടയായി. പിതാവ് നമ്മളോട് കാണിച്ച കൃപയാൽ പരിശുദ്ധാത്മാവിലൂടെ പുത്രനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാനിടയായി. നമുക്കറിയാം, യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ ആരെന്ന് പറയുന്നു. എല്ലാവരും പല വിധത്തിൽ മറുപടി പറഞ്ഞപ്പോ കർത്താവിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. പത്രോസ് വളരെ പെട്ടെന്ന് പ്രതികരിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുവിന്റെ മറുപടി ഇതായിരുന്നു, പത്രോസേ, ഇത് ജഡരക്തങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയതല്ല, ജഡരക്തങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയതല്ല, ഇത് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന. ജഡരക്തങ്ങൾ ഇത് നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ ജഡത്തിന്റെ നിലവാരത്തിൽ നീ നോക്കിക്കഴിഞ്ഞാൽ യേശു, പക്ഷെ പിതാവ് വെളിപ്പെടുത്തിയത് അനുസരിച്ച് നോക്കിയാൽ ക്രിസ്തു. ജഡത്തിന്റെ വെളിപ്പാടനുസരിച്ച് നോക്കിയാൽ തച്ചന്റെ മകൻ, നസ്രേത്തുകാരൻ. എന്നാൽ പിതാവിന്റെ വെളിപ്പാടനുസരിച്ച് നോക്കുമ്പോൾ ഇവൻ ക്രിസ്തു, ദൈവപുത്രൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകളിലൂടെ മാത്രമേ നാം ദൈവത്തിൽ ആരാണ്, ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാത്തടത്തോളം നമുക്ക് ജഡപ്രകാരം നമ്മുടെ പരിമിതികളെ കണ്ടിട്ട് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇതുവരെ പഠിച്ച വ്യക്തിയാണ്, ഇന്ന നാട്ടുകാരനാണ്, ഇന്ന ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്, എന്റെ നിറം ഇന്നതാണ്, എന്റെ ഉയരം ഇത്രത്തോളമാണ്, എന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇത്രത്തോളമാണ്, ഞാൻ ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതൊക്കെ നമ്മുടെ ജഡപ്രകാരമുള്ള അറിവുകളായിട്ട് മാറുമ്പോൾ പിതാവ് ഒരുവനിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് അവൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നാം ജഡപ്രകാരം തകർന്നു പോകാനുള്ള കാരണം നമ്മുടെ ജഡത്തിന്റെ വെളിപ്പാടിൽ നിൽക്കുന്നത്. എപ്പോഴാണോ പിതാവ് നമുക്ക് തരുന്ന വെളിപ്പാടിലേക്ക് നാം തിരിയുന്നത്, അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. നമ്മുടെ ജീവിതത്തിനകത്ത് യോഹന്നാൻ സ്നാപക യോഹന്നാൻ എല്ലാരെയും സ്നാനപ്പെടുത്തുന്ന സമയത്ത് എല്ലാരും വന്ന് ചോദിച്ചു, നീ വലിയ ആളാ, പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയണം, നീ ക്രിസ്തുവാണോ? യേശു പറഞ്ഞു, ഞാനല്ല, ഞാൻ മരുഭൂമി വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമായത്, ഞാൻ വന്നത് വഴിയൊരുക്കാൻ വന്നവൻ. യോഹന്നാൻ എലിസബത്തിനും സക്കറിയാവിനും ദൈവിക ഇടപെടലിലൂടെ ലഭിച്ച ഒരു സന്തതിയാണ്. ആ സന്തതിയെ കുറിച്ച് സക്കറിയാവിനോട് കർത്താവ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു, ദൂത് കൊടുത്തിരുന്നു. ആ യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനം അവിടെ ഓടിക്കൂടി. അനേകരുടെ ഉള്ളില് അതുവരെയും അവർക്ക് സ്വയം നീതീകരണത്തിൽ നിന്നവരായ അവർ പലരും വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത്ര ശക്തമായ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ അടുക്കൽ എല്ലാരും ചോദിച്ചു, നീ ക്രിസ്തുവാണോ? യോഹന്നാൻ പറഞ്ഞാലേ ഞാൻ ക്രിസ്തുവല്ല, പക്ഷേ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നല്ല. അപ്പൊ അവര് ചോദിച്ചു, നീ എന്തുകൊണ്ട് വെള്ളത്തിൽ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരെ അധികാരം തന്നെ വെള്ളത്താൽ സ്നാനപ്പെടുത്താൻ? യോഹന്നാൻ മറുപടി തരുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്, പക്ഷെ എന്റെ പിന്നാലെ വരുന്നവൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പൊ അവിടെ തീ കൊണ്ടുള്ള സ്നാനം. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും. യോഹന്നാൻ എഴുതി കർത്താവ് ചെയ്ത അടയാളങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതിയ ലോകത്തിലെ പുസ്തകങ്ങൾ തന്നെ മതിയാകത്തില്ല. അത്രത്തോളം അത്ഭുതങ്ങൾ കർത്താവിനോട് നടന്നു. എന്നാൽ അവിടെ നടന്ന ആ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവ് യേശുവിന്റെ സന്ദേശങ്ങളായിരുന്നു. നമുക്കറിയാം, ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ശത്രുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് നിലവിളിക്കുന്ന ദാവീദ്, ന്യായപ്രമാണമായിട്ട് അല്ലെങ്കിൽ 10 കൽപ്പനയായിട്ട് ഇറങ്ങി വരുന്ന മോശ പെട്ടെന്ന് തന്നെ തന്റെ കൂടെ നിൽക്കുന്നവരോട് ആജ്ഞാപിച്ചിട്ട് അവിടെ കൽപ്പന ലംഘിച്ച് ഏകദേശം 3000 പേരോളം കൊന്നുകളഞ്ഞു. ദൈവിക ന്യായവിധി പ്രഖ്യാപിച്ചിരുന്ന വ്യവസ്ഥയിൽ നിന്ന്
യഹൂദ മതത്തിന്റെ പഠിപ്പിക്കലും രീതിയും അനുസരിച്ച് പ്രതികാരം ചെയ്യുന്നവനായ മനുഷ്യൻ. തെറ്റ് ചെയ്യുന്നവനെ കൊന്നുകളയണം, കല്ലെറിഞ്ഞു കൊല്ലണം, അവനെ ഉന്മൂലമാക്കി കളയണം. കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ. പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ മാത്രം പ്രമാണം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് കർത്താവ് വന്നിട്ട് പറയുകയാണ്, നിന്റെ ഒരു അടിക്കുന്നവന് മറു ചെകിടും കാണിച്ചു കൊടുക്കുക. 1 കിലോമീറ്റർ നിന്നോട് നടക്കാൻ പറഞ്ഞ 3 കിലോമീറ്റർ ആണ് കൂടെ പോകുക. അപ്പൊ അവിടെ ശത്രുവിനെ സ്നേഹിക്കാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും കർത്താവിന്റെ ഉപദേശത്തിന്റെ വ്യവസ്ഥ മാറി. അതുവരെ ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? വളരെ വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ തീ കൊണ്ടും ആത്മാവ് കൊണ്ടുള്ള സ്നാനം. അതായത് തീ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിത കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയ. എന്തിനാ ദഹിപ്പിക്കുന്നത്? പാപം ചെയ്യുന്നതിനെ ദഹിപ്പിച്ചു കളയും. അതായിരുന്നു നമുക്ക് പഴയ നിയമത്തിലൊക്കെയും കാണാൻ കഴിയുന്നത്. തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവം, തീ കൊണ്ട് ദഹിപ്പിക്കുന്നവനാ ദൈവം. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ പഴയ നിയമത്തെ ദഹിപ്പിക്കുന്ന അഗ്നി, മനുഷ്യന്റെ തെറ്റ് ചെയ്യുന്നവനാ മനുഷ്യനെ ദഹിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുമ്പോൾ, പുതിയ നിയമത്തിൽ നാം കാണുന്ന ദൈവം തെറ്റ് ചെയ്യുന്നവനെ ദഹിപ്പിക്കുന്നവനല്ല, തെറ്റ് ചെയ്യുന്നവന്റെ ഉള്ളിലെ തെറ്റിനെ ദഹിപ്പിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീയെ കല്ലെറിയേണ്ടതിന് ഓടി വരിക. അവൾ വ്യഭിചാര കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു. അപ്പൊ യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവരാരും കല്ലെറിഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. കാരണം ശിക്ഷിക്കാതെ വിടാനുള്ള കാരണം, ഞാൻ ഈ പറഞ്ഞ പോലെ പാപമില്ലാത്ത ഒരാൾ കല്ലെറിയട്ടെ, അങ്ങനെ ഞാനങ്ങ് എറിഞ്ഞുകൂടാ, എറിയാമല്ലോ. ഞാൻ എന്തുകൊണ്ട് എറിയാത്തതിന് കാരണം കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? അത് ദൈവജനത്തിൽ നിങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, മനുഷ്യന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവൾ പാപിയാണ്. മോശയുടെ പ്രമാണപ്രകാരം നോക്കുമ്പോൾ അവൾ പാപിയാണ്. എന്നാൽ ദൈവ സ്നേഹത്താൽ യേശു അവളെ നോക്കുമ്പോൾ അവൾ ദൈവ പൈതലാണ്. മകളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മളെ കാണുന്ന വ്യത്യാസം. അതുകൊണ്ട് നമ്മളെ വിധിച്ചു വയ്ക്കും. ദഹിപ്പിക്കുന്ന അഗ്നി. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ അല്ലെ നിങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നി അല്ല, നിങ്ങളിലെ പാപത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നിങ്ങളിലെ രോഗത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നിങ്ങളിലെ കുറവുകളെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് കർത്താവ്. ആ കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ ആ നിലവാരത്തിലൊന്ന് മനസ്സിലാക്കിക്കേ. ആ മനസ്സിലാക്കൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. ആ മനസ്സിലാക്കൽ നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തെ നിങ്ങൾ വളരുമാറാക്കും. ആ മനസ്സിലാക്കൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് മാറ്റും. ആ മനസ്സിലാക്കൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. ഹല്ലേലൂയ. അവിടെ യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, യേശു ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. നമുക്ക് ബൈബിളിൽ പല സ്ഥലത്തും തീ എന്ന പദം കാണുമ്പോൾ അധികം സ്ഥലത്തും അതിനെ ഒരു ശിക്ഷാവിധിയുടെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തില് അതിന്റെ 15-ാമത്തെ വാക്യം, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ രക്ഷിക്കപ്പെടും എപ്പോഴാണ്? ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ പറഞ്ഞു, ഒരുത്തന്റെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ, പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ ഓട്ടം നമ്മുടെ പ്രവൃത്തി കൊണ്ട് എങ്ങനെ നീതീകരിക്കപ്പെടും, പ്രവൃത്തിയാൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അതായത് ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ.
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. അപ്പൊ അവിടെ അവര് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, ഗലാത്യ ലേഖനം 3:10 ഇത് വ്യക്തമായി പറയുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാവുന്നു. ന്യായപ്രമാണത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ അവിടെ ചെയ്യാൻ നോക്കുന്നതല്ല, അതിൽ നിൽക്കുന്നവന്. അതായത് വിശുദ്ധനാകാൻ ശ്രമിക്കുന്നവനല്ല, താൻ വിശുദ്ധനാണെന്ന ബോധ്യത്തിൽ നിൽക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. താൻ ഹല്ലേലൂയ ശരിയാകാനായിട്ട് നോക്കുന്നവനല്ല, താൻ ക്രിസ്തുവിൽ ശരിയായി എന്ന ബോധ്യത്തിൽ നിൽക്കുന്നവനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇപ്പൊ ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവന്റെ പ്രവൃത്തിക്ക് ഛേദം വരും. നാം നമ്മുടെ പ്രവൃത്തിയിലാണോ ആശ്രയിക്കുന്നത്? അനേക വിശ്വാസികളും മറ്റുള്ളവരെ വിധിക്കുന്നത് അങ്ങനെ, അവന്റെ പ്രവൃത്തി വെച്ചാണ് വിധിക്കുന്നത്. അവന്റെ പ്രവൃത്തി കൊണ്ട് അവൻ തെറ്റ, അവൻ മോശക്കാരൻ. അവന്റെ പ്രവൃത്തി വെച്ച് അവനെ കുറിച്ച് പറയും അവൻ നന്നാകത്തില്ല. അവന്റെ പ്രവൃത്തി വെച്ച് അവൻ പറയും അവന് തെറ്റുകാരൻ, അവൻ നരകത്തിലേ പോകും. എന്നാൽ ഇവിടെ പറഞ്ഞ ഒരുവന്റെ പ്രവൃത്തി ഹല്ലേലൂയ വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. 1 കൊരിന്ത്യർ ലേഖനം 3:15 ഒരുവന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അതെ ഛേദം വരും. എന്താണെന്നറിയോ? ഇത്രയും ചെയ്തില്ലേ, ആ ചെയ്തതൊക്കെ ഛേദമായി, ചെയ്തതൊക്കെ നഷ്ടമായി. പക്ഷെ അവിടെ പറയുന്നത് താനോ രക്ഷിക്കപ്പെടും. ആരാ? അവന്റെ പ്രവൃത്തിയെല്ലാം പോയി, പക്ഷെ പ്രവർത്തിച്ചവൻ രക്ഷിക്കപ്പെടും. എങ്ങനെയാണെന്നറിയാമോ? തീയിൽ കൂടെ എന്ന പോലെ. തീ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ദഹിപ്പിക്കുന്ന, തകർക്കുന്ന, ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രമാണത്തെയാണ് തീ എന്ന വാക്കുകൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഭാവന കാണുന്നത്. എന്നാൽ തീ എന്ന വാക്കിനെ കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 23-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ എന്റെ വചനം തീ പോലെ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് തീ പോലെ. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ആ 23-ാം അധ്യായം വായിക്കുന്നെങ്കിൽ ദൈവം ഒരു ന്യായവിധിയുടെ വാക്കുകൾ അവിടെ പറയുന്നത്. എന്റെ വചനം തീ പോലെ. അപ്പൊ കർത്താവ് ആ പഴയ നിയമത്തിൽ പഴയ ഉടമ്പടി അനുസരിച്ച് അവന്റെ വചനം തീ പോലെ എന്ന് പറഞ്ഞ് ദഹിപ്പിക്കും. ആ പറയുന്ന വചനം അനുസരിച്ചില്ലെങ്കിൽ ആ വചനം അവരെ ശിക്ഷ വിധിക്കും, വചനം ന്യായം വിധിക്കും. അപ്പൊ തീ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? തീ എന്ന് പറയുന്നത് ഹല്ലേലൂയ തന്റെ വചനത്തെ കുറിച്ചാണ്, ദൈവവചനത്തെ കുറിച്ചാണ്. അപ്പൊ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ ഉടമ്പടിയിലെ വചനം എങ്ങനെയാണ്? അനുസരിക്കണം, ചെയ്യണം, നിവർത്തിക്കണം. ആ നിവർത്തിക്കാനായിട്ടുള്ള ഓട്ടം, ആ നിവർത്തിയെ കുറിച്ചാണ് ഈ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അവൻ ഇത്ര നാളും ചെയ്തതൊക്കെ ഓടി ചെയ്തിട്ട് അതിനകത്ത് പ്രശംസിക്കാൻ. ധനവാനായ ഒരുവൻ യേശുവിനോട് വന്നിട്ട്, കർത്താവേ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണങ്ങളൊക്കെ നീ അനുസരിക്കണം. ന്യായപ്രമാണമൊക്കെ പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാനിതെല്ലാം ബാല്യം മുതൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നൊരു വ്യക്തിയാണ്. കർത്താവിന് മറുപടി, അങ്ങനെ നീ സ്വയനീതിക്ക് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാവും. അപ്പൊ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവൻ ചെയ്തിരുന്ന പ്രവൃത്തികളായിരുന്നു അവന്റെ ഏറ്റവും വലിയ നിധി. അവന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തി അല്ല നിന്നെ പൂർണ്ണനാക്കുന്നത്. ഇവിടെ വചനം പറയുന്നത് തീയിൽ കൂടെ നീ രക്ഷിക്കപ്പെടും. അതായത് തീയെ വചനമായിട്ട് പറയുന്നുവെങ്കിൽ പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ച് തീയെ കഷ്ടതയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്.
തീ കഷ്ടതയുടെ ബന്ധത്തിലല്ല, തീ വചനമാണ്. വചനം തീയ. പഴയ നിയമത്തിൽ വചനം എന്തു പറഞ്ഞു അത് അതുപോലെ സംഭവിച്ചു. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നു, നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, ദഹിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു. ആ വചനത്തിന് കൺസ്യൂം ചെയ്യാനായിട്ട്, ദഹിപ്പിക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഈ വചനത്തിന്റെ ശക്തി എന്താ? പുതിയ നിയമത്തിലും തീ എന്ന് പറയുന്നത് വചനത്തിൽ കൂടി അത്രേ. എന്താണ് വചനം? നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, അക്ഷരം കൊല്ലുന്നു. അത് വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അക്ഷരം കൊല്ലുന്നു. അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യം. ആമേൻ. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ അക്ഷരം കൊല്ലുമ്പോ ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്താണ് ഈ വചനം? വചനവും അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വചനം എഴുതപ്പെട്ടത്, തിരുവെഴുത്ത് എഴുതപ്പെട്ടത്, എന്നാൽ വചനം പറഞ്ഞത്. ഈ പറഞ്ഞ വചനവും എഴുതപ്പെട്ടതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എഴുതപ്പെട്ടത് അത് അവിടെ തന്നെ ചലിക്കാതിരിക്കുമ്പോ പറഞ്ഞ വചനം അല്ലെങ്കിൽ ആ വചനം ചലിക്കുകയും ആ വചനം ചലിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആമേൻ. ആ വചനം, പറയുന്ന വചനം ചലിക്കും, പറയുന്ന വചനം ചലിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അപ്പോ തീ കൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, തീയിൽ കൂടെ എന്ന പോലെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് വചനത്താലാണ്. ഒരുവന്റെ ജീവിതത്തിനകത്ത് അവൻ വർധനവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഏറ്റവും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വചനമാണ്. ദൈവവചനം എന്താ പറയുന്നത്? രക്ഷിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് വചനം എന്തു പറയുന്നു? വചനം പറയുന്നു, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റു പറയുക. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അവനെ മരിച്ചവരുടെ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് രക്ഷയുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത് അവന്റെ ഹല്ലേലൂയ ജീവിതത്തിലുള്ള വിശ്വാസമാണ്, പ്രവൃത്തിയല്ല, വിശ്വാസം. ഈ വചനത്തെ തീ എന്നാണ് പറയുന്നത്. വചനത്തെ, വേർഡിനെ ഫയർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനത്തെ തിരിച്ചറിയണം, വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ തിരിച്ചറിയണം. വചനം എന്താണ് രക്ഷയ്ക്ക് പറയുന്നത്? വചനം എന്താണ് സൗഖ്യത്തിന് പറയുന്നത്? വചനത്തിൽ കൂടെ, തീയിൽ കൂടെ രക്ഷിക്കപ്പെടും. തീയിൽ കൂടെ എന്ന പോലെ രക്ഷിക്കപ്പെടും. എന്താണ് തീയിൽ കൂടെ എന്ന് പറയുമ്പോ ആ തീ ചെയ്യുന്ന കാര്യം ദഹിപ്പിച്ചു കളയും. അപ്പൊ വചനം ചെയ്യുന്ന ഒരു കാര്യം എന്താ? നമ്മിലുള്ള നാം എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ദഹിപ്പിച്ചിട്ട് എന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. അതാണ് വചനം ചെയ്യുന്നത്. അപ്പൊ തീയിൽ കൂടെ എന്ന പോലെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം? ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, തീയിൽ കൂടെ, വചനത്തിൽ കൂടെ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുക, വചനത്തിൽ കൂടെ എന്റെ നില മാറുക. വചനം, യെസ്, ഞാൻ പാപിയായിരുന്നു. വചനം എന്നോട് പറയുന്നു, യേശുവിന്റെ രക്തം എന്റെ സകല പാപത്തെ കഴുകി എന്നെ ശുദ്ധീകരിച്ചു. എന്റെ ശരീരം പറയുന്നു ഞാൻ രോഗിയാ, പക്ഷെ വചനം എന്ത് പറയുന്നു? അവന്റെ അടിപ്പിടറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ സാഹചര്യം പറഞ്ഞു ഞാൻ ദാരിദ്ര്യത്തിൽ കിടക്കുന്നു, ഞാൻ ദരിദ്രനാണ്, എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. അത് സാഹചര്യം പറയുമ്പോൾ വചനം എന്ത് പറയുന്നു? അവൻ സമ്പന്നരായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യ നിമിത്തം നിങ്ങൾ സമ്പന്നരായി തീർന്ന കൃപ. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും പറയുന്നു ഞാൻ വലിയ ശാപത്തിന്റെ കീഴാണ്, പക്ഷെ വചനം എന്തു പറയുന്നു? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. യെസ്. അപ്പൊ അവിടെ എന്നിലുണ്ടായ പ്രത്യേകത, വ്യത്യാസം എന്താ? ജാതികൾക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ. പഴയ നിയമത്തിൽ പരിച്ഛേദനയാണ് അബ്രഹാമിന്റെ സന്തതിയായി തീരുവാനായിട്ട്, അല്ലെങ്കിൽ അബ്രഹാമി അനുഗ്രഹത്തിന് ഒരു വ്യക്തി പങ്കാളിയായി തീരുവാനായിട്ട് അവന്റെ യോഗ്യത പരിച്ഛേദനയെങ്കിൽ ഇവിടെ പറയുന്ന അല്ല, പ്രമാണമല്ല,
ക്രിസ്തു. ആമേൻ. ക്രിസ്തു. അതായത് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾ വെളിപ്പാടായി മനസ്സിലാക്കണം. അതായത് ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, ക്രിസ്തു നമ്മിലിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ വചനം എന്നെ ദഹിപ്പിച്ചു കളയും. എന്റെ പഴയ സ്വഭാവത്തെ ദഹിപ്പിച്ച്, എന്റെ പഴയ അവസ്ഥകളെ ദഹിപ്പിച്ച് എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും വചനം. അപ്പൊ തീയിൽ കൂടെ ഞാൻ രക്ഷിക്കപ്പെടും. കാരണം അവിടെ ആ 1 കൊരിന്ത്യർ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ അല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. രക്ഷയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവാ. അതുവരെ മറ്റു പല അടിസ്ഥാനത്തിലാണ് പണിയപ്പെട്ടത്. ന്യായപ്രമാണം, പ്രമാണങ്ങൾ, പരിച്ഛേദന, ചില പ്രമാണങ്ങളിൽ പണിയപ്പെട്ടെങ്കിൽ ഇല്ല. ഇനി പണിയപ്പെടുന്നത് പ്രമാണത്തിലല്ല, ബട്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടും. അപ്പൊ അവിടെ പറയുന്ന അവൻ പണിയുന്നത് എങ്ങനെയാണ്? വൈക്കോല്, പുല്ല്, അതിനെക്കുറിച്ചൊക്കെ പല ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അപ്പൊ അവിടെ പറയുന്നത് ചിന്തിച്ചു നോക്കുക. വെള്ളിയും പൊന്ന്, അതുപോലെ തന്നെ വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഇതെല്ലാം മരവും പുല്ലും വൈക്കോലും എല്ലാം ദഹിച്ചു പോകും, അഗ്നിയുടെ നടുവിൽ ദഹിച്ചു പോകും. എന്നാൽ വെള്ളിയും പൊന്ന് അവയെല്ലാം എന്ത് ചെയ്യും? അത് വിലയേറിയ കല്ല് അവയെല്ലാം കൂടുതൽ ശോഭയുള്ളതായിത്തീരും. അതായത് അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹല്ലേലൂയ, ആമേൻ, മരം, വൈക്കോല്, പുല്ല് ഇവയെല്ലാം ദഹിച്ചു പോകുമ്പോ എന്നാൽ ഹല്ലേലൂയ വെള്ളി, ആമേൻ, പൊന്ന്, വിലയേറിയ കല്ല് ഇവയാൽ പണിയപ്പെടുന്നു. അപ്പൊ തീ വരുമ്പോ അത് എന്താണ്? ആമേൻ, വെള്ളിയും പൊന്നും വിലയേറിയ കല്ലും ശോഭയുള്ളതായി തീരുമ്പോ മറ്റുള്ളവ ദഹിച്ചു പോകും. അതായത് പ്രിയപ്പെട്ട ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നാം ചെയ്യുന്ന പ്രവൃത്തി നിലനിൽക്കുന്നത് നമ്മുടെ പ്രവർത്തികളാലല്ല, വിശ്വാസത്താലാ. നമ്മുടെ രക്ഷ നിലനിൽക്കുന്നത് നമ്മുടെ പ്രവർത്തികളാലല്ല, യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തിയിലെ വിശ്വാസത്താലാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യാഗമർപ്പിക്കാനായിട്ട് ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് അബ്രഹാം പോകുമ്പോ ഇസഹാക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പാ, വിറകൊണ്ട് തീയുണ്ട്, യാഗവസ്തു എവിടെ? അബ്രഹാമിന്റെ മറുപടി, യഹോവ നോക്കിക്കൊള്ളു, കർത്താവ് നോക്കിക്കൊള്ളു. യെരമ്യാവ് 23:29 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, എന്റെ വചനം തീയും. അപ്പൊ അവിടെ തീ, വിറക് ജനത്തെ കുറിച്ച് പറയുന്നത്. വിറകും തീയും രണ്ടും കയ്യിലുണ്ട്. പക്ഷെ എന്തില്ല? യാഗമൃഗമില്ല. ഞാൻ പറയട്ടെ, നിങ്ങള് ആമേൻ തീ വഹിക്കുന്നവരെങ്കിൽ, വചനമാകുന്ന ശക്തി, വചനത്തെ നിങ്ങൾ വഹിക്കുന്നെങ്കിൽ, വചനത്തെ നിങ്ങൾ ചുമക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ യാത്രയില്ലേ, നിങ്ങളുടെ ആവശ്യം എന്തോ ആകട്ടെ, നിങ്ങൾ തീയാകുന്ന വചനത്താലാണ് നിങ്ങൾ നടത്തപ്പെടുന്നെങ്കിൽ. അവിടെ ഇസഹാക്ക് പറഞ്ഞ കാര്യം, അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എവിടെ? അബ്രഹാം പറയുക, കർത്താവ് നോക്കിക്കോളൂ. ഞാൻ പറയട്ടെ, നീ തീയുമായിട്ട് ഇറങ്ങിയാൽ മതി, കർത്താവ് ഹല്ലേലൂയ യാഗമൃഗത്തെ അവൻ നോക്കിക്കോളും. നീ എന്തിനു പുറപ്പെടുന്നോ അത് കർത്താവ് നോക്കിക്കോളും. നിന്റെ അകത്ത് തീയുണ്ടോ, വചനമുണ്ടോ? അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ പറഞ്ഞ കാര്യമാണ്. അവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മുടെ അകത്ത് തീ കത്തി. അവിടെ വചനത്തിന്റെ പ്രത്യേകത, അകത്ത് കത്തിക്കുന്നതാ. വചനമാണ് അഗ്നി, വചനമാണ് തീ. നിങ്ങൾ ദയവായിട്ട് കഷ്ടതയെ തീയായിട്ട് കാണരുത്. വചനമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, വചനമാണ് തീ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവവചനം നിങ്ങളുടെ അകത്ത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതയാത്രയിൽ വേണ്ടുന്നതെല്ലാം അവൻ ഏറ്റവും ബെസ്റ്റ് അവിടെ കരുതിയിട്ടുണ്ട്, ഏറ്റവും നല്ലത് അവിടെ കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്,
നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് ഏറ്റവും നല്ലത് അവൻ കരുതിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ആകയാൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ തീയാൽ എന്ന വണ്ണം രക്ഷിക്കപ്പെടുന്നത് വചനത്താലാണ് രക്ഷ, പ്രവൃത്തിയാലല്ല. അവന്റെ പ്രവൃത്തി നശിച്ചു പോകുന്നെങ്കിൽ ഛേദം വരും. ഇത്ര നേരം ചെയ്ത കാര്യമെല്ലാം വെറുതെ ആയി പോയല്ലോ. ഞാൻ ഓടി, ഞാൻ അധ്വാനിച്ചു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എന്റെ അധ്വാനമെല്ലാം വെറുതെ ആയി. പക്ഷേ ഹല്ലേലൂയ, ഞാൻ രക്ഷിക്കപ്പെട്ടെങ്ങനെ? തീയിൽ കൂടെ വചനം എന്നോട് പറഞ്ഞു, വചനത്തെ ഞാൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. വചനം ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നതാ. വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്നതാ. ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വചനത്തെ വിശ്വസിക്കാൻ കഴിയുമോ? ഈ കേട്ട വചനത്തെ ഒന്ന് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ അവസ്ഥകളെ മാറ്റാനായിട്ട് ഈ വചനത്തിന് കഴിവുണ്ട്, വചനത്തിന് പ്രാപ്തിയുണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, ജീവന്റെ നാഥനെ, അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവേ, അടയാളങ്ങളുടെ നാഥനെ, ഹല്ലേലൂയ, വചനം അയച്ച് വിടുവിക്കുന്ന കർത്താവേ, വചനത്താൽ ഹല്ലേലൂയ ആമേൻ ആമേൻ രക്ഷിച്ചവനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഫലമേൽപ്പിക്കുന്നു. കർത്താവരുടെ അകത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട്, അതെ ഹല്ലേലൂയ, ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്നുള്ള അറിവോടുകൂടെ രോഗത്തെ, ശാപത്തെ, ദാരിദ്ര്യത്തെ, പ്രതികൂലത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവേ ആ കൃപ അവരിലേക്ക് ധാരാളമായി ഒഴുക്കണമേ. അവരുടെ അവസ്ഥകൾ മാറട്ടെ കർത്താവേ, അവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ കർത്താവേ, ആ ഞെരുക്കങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, ബലഹീനതകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ അസാധാരണ വിടുതൽ അവരിൽ സംഭവിക്കട്ടെ കർത്താവേ. ആരെങ്കിലും രോഗികളായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ രോഗാവസ്ഥകൾ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബലഹീനതയുടെ ആത്മാവിനെ, രോഗാത്മാവിനെ ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. അത്ഭുതം നടക്കട്ടെ, ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് വിടുതലയച്ചതിനായി സ്തോത്രം. മാനസികമായ സംഘർഷങ്ങളിൽ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന വചനം ഇപ്പോൾ തന്നെ കർത്താവേ, അവരുടെ ഉള്ളില് ബലം ഉണ്ടാകട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ, കർത്താവിലുള്ള ഉറപ്പ് അവർക്ക് ഉണ്ടാകട്ടെ, ജയാളികളാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ, അവർ ദൈവമക്കളാണെന്നുള്ള ബോധ്യം അവരുടെ അകത്ത് വരട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. തീയിൽ കൂടെ രക്ഷിക്കപ്പെടുക, വചനം. നമ്മുടെ ജീവിതത്തിൽ രോഗം, പ്രയാസം, ഭാരം, കുറ്റബോധം, തീയിൽ കൂടെ രക്ഷിക്കപ്പെടുക വചനമാണ്. വചനം എന്ത് പറയുന്നു അത് നോക്കിയാൽ മതി. മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തളർത്തുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങൾ അതിലേക്ക് തിരിയണം, കർത്താവിലേക്ക് നോക്കിക്കേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ഈ ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.